ഇനി നമ്മൾ നോക്കുന്നത് ക്രെഡിബിൾ മിനിമം ഡിറ്ററൻറ്റ് എന്ന ഭാഗമാണ്. വിശ്വസനീയമായ കുറഞ്ഞ പ്രതിരോധം. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി വീഡിയോ ചെയ്തതാണ്. എങ്കിലും നമ്മൾ ചെറുതായിട്ടൊന്ന് പറയാണ്. ഇന്ത്യയുടെ ആണവ സിദ്ധാന്തത്തിൻ്റെ 3 തൂണുകളിൽ ഒന്നാണ് ക്രെഡിബിൾ മിനിമം ഡിറ്ററൻറ്റ് എന്ന് പറയുന്നത്. ഒന്ന് നോ ഫസ്റ്റ് യൂസാണ്, മറ്റൊന്ന് സിവിലിയൻ കൺട്രോളാണ്, മറ്റൊന്ന് ക്രെഡിബിൾ മിനിമം ഡിറ്ററൻറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ക്രെഡിബിൾ മിനിമം ഡിറ്ററൻറ്റ് എന്ന് പറയുന്നത് വിശ്വസനീയമായ കുറഞ്ഞ പ്രതിരോധം എന്നതാണ്. ഇന്ത്യയുടെ ആണവ സിദ്ധാന്തം ഈ വിശ്വസനീയമായ ഒരു മിനിമം പ്രതിരോധത്തെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇത് ഉത്തരവാദിത്ത ആണവ ഉപയോഗത്തിൻ്റെ പ്രതിബദ്ധതയെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. തങ്ങൾ ഒരിക്കലും ആദ്യം ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല, തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ പിന്തിരിപ്പിക്കാൻ പ്രതിരോധ ആവശ്യത്തിന് ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ നിർബന്ധിതമായാൽ ആ സമയത്ത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉപയോഗിക്കൂ എന്നാണ് ഈ അവിശ്വസനീയമായ ഒരു മിനിമം പ്രതിരോധമെന്ന നിലപാടിലൂടെ വ്യക്തമാക്കുന്നത്. അവിശ്വസനീയമായ മിനിമം പ്രതിരോധം എന്ന സിദ്ധാന്തത്തിലൂടെ പ്രാദേശികവും ആഗോളവുമായ സമാധാനവും സുരക്ഷയും സ്ഥിരതയ്ക്കും സംഭാവന നൽകുന്ന ഒരു നിലപാടാണ് ഇന്ത്യ എടുക്കുന്നത്. തങ്ങൾക്ക് നേരെ വന്നാൽ മാത്രമേ ഞങ്ങൾ ഇത് ഉപയോഗിക്കുകയുള്ളൂ, അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ വളരെ മിനിമമായിട്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതാണ് ഈ മിനിമം ഡിറ്ററൻറ്റ്, ക്രെഡിബിൾ മിനിമം ഡിറ്ററൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ആണവ സിദ്ധാന്തത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ക്രെഡിബിൾ മിനിമം ഡിറ്ററൻറ്റ് എന്നതാണ്.